ഹായ്, നമസ്കാരം. ഷാജീസ് കുറിഞ്ഞു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മലദേവൻ നട ക്ഷേത്രം കാരംവേലിയിലേക്കാണ് നമ്മുടെ യാത്ര. കള്ളനായി ജനിച്ച ഒരു ദൈവമായി മാറിയ ഒരാളുണ്ട്, കായംകുളം കൊച്ചുണ്ണി. അദ്ദേഹത്തെ ദൈവമായി പ്രതീക്ഷിച്ചിട്ട ഒരു ക്ഷേത്രമുണ്ട് പത്തനംതിട്ട ജില്ലയിലെ നമ്മുടെ കായംകുളം കൊച്ചുണ്ണി കാരംവേലി മലനട ക്ഷേത്രം. കായംകുളം കൊച്ചുണ്ണിയെപ്പറ്റി പല പല കഥകളാണ് ഞാനവിടെ കേൾക്കുന്നത്. അപ്പോൾ ഞാൻ അവിടെയുള്ള ആൾക്കാരോടൊക്കെ തിരക്കുകയൊക്കെ ചെയ്തു. കുറച്ച് കഥകൾ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുക. കേൾക്കാൻ എല്ലാവരും സന്മനസ്സുണ്ടാവണം. എൻ്റെ ഈ വീഡിയോ ഫുള്ളായിട്ട് നിങ്ങൾ കണ്ടാലേ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു തുടങ്ങാം. കായംകുളം കൊച്ചുണ്ണിയെ ഇടപ്പാറ മലദേവൻ നട ആരാധനാമൂർത്തിയായി ഇവിടെ പ്രതിഷ്ഠിക്കപ്പെട്ടതിന് പിന്നിൽ ഒരു വിശ്വാസത്തിന്റെ ഒരു കഥയുണ്ട് ഗായ്സ്. ഇത് നമ്മുടെ കോഴഞ്ചേരിയിലെ ഒരു ബസ് സ്റ്റാൻഡാണ്. തിരുവാറന്മുള കിഴക്കേ നടയുടെ കാവൽക്കാരനും ദേവനും കാണപ്പെട്ടതുമായ കാവിലെ ഈരാളി ബാധയെ ഒഴിപ്പിക്കാനും പടയണി നടത്തി ഊരുവിലക്കി പല സ്ഥലത്തും പോകാറുണ്ടായിരുന്നു. പടയണി പല സ്ഥലത്തും അങ്ങനെ പോകാറുണ്ടായിരുന്നു. ഒരിക്കൽ കായംകുളം ഭാഗത്തു നിന്ന് പടയണി കഴിഞ്ഞു വരുന്നപ്പോൾ മരത്തിൽ തലകീഴായി തൂങ്ങിക്കിടക്കുന്നു. ആരാണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാനാണ് കായംകുളം കൊച്ചുണ്ണി എന്നാണ് മറുപടി കായംകുളം കൊച്ചുണ്ണി കൊടുത്തത്. ഇരാളി ഭഗവാൻ ചോദിച്ചു, എന്റെ കൂടെ വരുന്നോ എന്നു ഇരാളി ചോദിച്ചു. അപ്പോൾ കൊച്ചുണ്ണി, കൂടെ വന്നാൽ നിങ്ങൾ എനിക്ക് എന്ത് തരും എന്ന് കായംകുളം കൊച്ചുണ്ണി ചോദിക്കുകയുണ്ടായി അദ്ദേഹത്തിന്റെ അടുത്ത്. മലദേവൻ നടയ്ക്കു മുന്നിലെ കാവിൽ പ്രതിഷ്ഠിക്കാമെന്നാണ് ഇരാളി ഞാൻ പറഞ്ഞത്. ഇത് ഗൂഗിളിൽ നോക്കിയാണ് ഞാൻ നിങ്ങളോട് അത് പറയുന്നത്. അപ്പോൾ ശരിക്കുള്ള കഥകൾ ഏതാണെന്നൊന്നും ആർക്കും അറിയത്തില്ല. ഇവിടെ വരുന്ന പ്രാർത്ഥിക്കുന്ന ആൾക്കാർക്ക് കൊച്ചുണ്ണിയുടെ വിശ്വാസം മോഷണം മുതൽ ആൾക്കാരായാലും മോട്ടിച്ചോണ്ട് പോകുന്നതിന്റെ സാധനങ്ങളൊക്കെ തിരിച്ചു കിട്ടുമെന്നാണ് വിശ്വാസം. അതുമാത്രമല്ല, കായംകുളം കൊച്ചുണ്ണിയുടെ ഒരു സിനിമ നിവിൻ പോളിയുടെ അത് ഈ ഭാഗത്താണ് ഷൂട്ട് ചെയ്തത്. ഒരുപാട് ഭക്തജനങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ സംസാരത്തിനിടയിൽ എനിക്ക് ചെറിയൊരു വിക്ക് അനുഭവപ്പെടുന്നുണ്ട്. അത് നേരത്തെ മുതൽ ഉള്ള ചെറിയൊരു സംഭവം ഉണ്ടായതിൻ്റെ. അപ്പം മാക്സിമം എല്ലാവരും എന്നോട് ക്ഷമിക്കുക. അപ്പോൾ ശരി, എന്നാ വീഡിയോ കണ്ടിട്ട് എല്ലാവരും നമ്മൾ അഭിപ്രായമൊക്കെ പറയുക. ഇതാണ് പ്രതിഷ്ഠ കൊച്ചുണ്ണിയുടെ. പാവങ്ങളുടെ ദൈവമാണ് ഇദ്ദേഹം. കരഞ്ഞു പ്രാർത്ഥിച്ചാൽ ഉള്ളുരുകി എന്തും തരുമെന്നാണ് ഇവിടുത്തെ വിശ്വാസം. അപ്പോൾ ഞാനും അവിടെ പോയി. ഇത് കഴിഞ്ഞ ഞായറാഴ്ച എടുത്ത വീഡിയോസാണിത്. അപ്പോൾ ശരി, എന്നാൽ അഭിപ്രായം ഇടുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ഇടുക. അപ്പോൾ ശരി, എന്നാൽ ഓക്കെ ഗൈസ്. നമ്മൾ ഷോർട്ട് വീഡിയോസൊക്കെ ഇതിന്റെ ഇട്ടിട്ടുണ്ട്. അപ്പം എല്ലാവരും കേറി കാണുക.